ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ പാക്കിങ്ങിലോട്ട് കിടക്കട്ടെ കേട്ടോ. ശരി, ബൈ. അപ്പോൾ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ക്യാബ് ബുക്ക് ചെയ്തായിരുന്നു, കാരണം എൻ്റെ ട്രെയിൻ വന്നിട്ട് 7:10 നോർത്തിൽ നിന്ന്. ട്രെയിൻ ഇതായിരുന്നു, കന്യാകുമാരി എക്സ്പ്രസ്. ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കന്യാകുമാരിയിൽ എൻ്റെ തന്നെ ട്രെയിനായിരുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്. രാവിലെ എണീക്കാനായാലും ഒക്കെ നേരത്തെ എണീക്കും. അലാറം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് ചാടി എണീക്കും. പക്ഷേ വർക്കിന് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ആയിരുന്നു എണീക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ട്രിപ്പെന്ന് പറഞ്ഞാൽ ഓൺ ടൈമിന് ഞാൻ അവിടെ എത്തും. അപ്പം സമയം ഇപ്പോൾ 7:02 അപ്പം പ്ലാറ്റ്ഫോം 2 ആയിരുന്നു ട്രെയിൻ. അപ്പോൾ നോർത്തിലൊക്കെ 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ അവിടെയൊക്കെ ചോദിച്ചു, പ്ലാറ്റ്ഫോം ട്രെയിൻ ഇവിടെ തന്നെ അല്ലേ, കോച്ച് പൊസിഷൻ ഇവിടെ തന്നെ അല്ലേ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓൾറെഡി എനിക്കറിയാം, എന്നാലും ഒരു എക്സൈറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ കാരണം മാറിപ്പോണ്ടെന്ന് നിർത്തിയ പ്ലാറ്റ്ഫോം അല്ല, കോച്ച് പൊസിഷനൊക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നിന്നു. അപ്പോൾ ഒരു മെമു പോയായിരുന്നു. അപ്പോൾ എൻ്റെ ട്രെയിൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് എന്തോ ലേറ്റ് ആയിരുന്നു. 7:15 എത്തിയപ്പോൾ. അപ്പോൾ എനിക്ക് എൻ്റെ മുഖത്ത് എക്സൈറ്റ്മെൻ്റ് ആണോ ടെൻഷനാണോ ഒന്നൊന്നും അറിയില്ലായിരുന്നു. എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ഒരു ഇമ്പൾസീവിന് ഇറങ്ങിയതാണ് സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട്. വീട്ടുകാരെ കൺവിൻസ് ചെയ്യാനായിരുന്നു ഏറ്റവും പാട്. അങ്ങനെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് എൻ്റെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഓൾറെഡി എൻ്റെ സ്നാക്സൊക്കെ കുറേ ഫില്ല് ചെയ്തിട്ടാണോ ഞാൻ വന്നത്. അപ്പം എൻ്റെ മുഖത്ത് എന്താ എക്സ്പ്രഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സന്തോഷമാണോ എക്സൈറ്റ്മെൻ്റ് ആണോ, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല ശരിക്കും എന്താ ചെയ്യേണ്ടത്. ശരിക്കും ഞാൻ പോവുകയാണ്, സ്വപ്നം കാണുകയാണോ, ഒന്നും ലൈക്ക് പെട്ടെന്നൊരു ഇമ്പൾസീവിന് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ സത്യം പറഞ്ഞിട്ട് മനസ്സിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്നോ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ അവിടെ പോയിട്ട് എന്താ പരിപാടി ഒന്നും പ്ലാനൊന്നും ചെയ്യാണ്ട് ഇറങ്ങി വെക്കുന്നത്. അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം, കുറേ കഫേസൊക്കെ കയറണം, ഫുഡ് അടിക്കണം എന്നൊക്കെയായിരുന്നു മെയിൻ എയിം. എന്നിട്ട് കുറേ യൂട്യൂബ് വ്ളോഗ്സൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എന്നിട്ട് ഞാൻ എൻ്റെ നോട്ട്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഏത് കഫേ കയറണം എന്നൊക്കെ. പക്ഷെ അല്ലാണ്ട് വേറെ സ്ഥലങ്ങളിൽ പോകണം എന്ന് അങ്ങനത്തെ പ്ലാനിങ് ഒന്നുമില്ല. ആ സമയത്ത് എവിടെ പോകാൻ തോന്നുന്നു അങ്ങ് പോകണം, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻസ്. പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി മഖാന ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറാട്ടോ മഖാന പെരിപെരിയുടെ. അപ്പോൾ ഇതാരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ കേട്ടോ, സൂപ്പറാട്ടോ. അപ്പോൾ ഒരു 11:15 ആയപ്പോഴേക്കും ഞാൻ വർക്കലയിൽ എത്തിയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വാട്ട് നെക്സ്റ്റ്, എന്താ ഇനി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഫ്രഷ് ആയിട്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു. ഹോസ്റ്റലിലാട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഒരു ഫീമെയിൽ ഡോം പോലത്തെ അവിടെ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഇതുണ്ടായിരുന്നു. പ്രയറായിട്ട് ബുക്ക് ചെയ്തിട്ട് ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പ്രയറിലി ഒരു 2 വീക്സ് മുമ്പെങ്കിലും സാറ്റർഡേ വീക്കെൻഡ്സിലേക്ക് ബുക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് റൂംസ് കിട്ടുകയുള്ളൂ. സോ ഇതാട്ടോ ഞാൻ പറഞ്ഞ